കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ട് സ്വർണ്ണാഭരണം കവർന്നവിടെ ഇപ്പോൾ പോലീസ് നായ അന്വേഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് നായ ഉപയോഗിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പോലീസ് സംഘം. കുട്ടിയെ എടുത്തുകൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ കണ്ണിനും കഴുത്തിനും പരിക്കുപറ്റുമെന്നും റിപ്പോർട്ടുണ്ട്. സംഭവ സ്ഥലത്ത് അരുൺ പാറക്കലുണ്ട്. അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, പറയൂ വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കുട്ടിയും മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മുത്തച്ഛൻ പുലർച്ചെ 2:30യോടുകൂടി പാല് കറക്കുന്നതിന് വേണ്ടി തൊഴുത്തിലേക്ക് പോയ സമയത്താണ് അടുക്കള വാതിൽ വഴി ഈ പ്രതി അകത്തു കടന്ന് ഈ കുട്ടിയെ എത്തിക്കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് കുടുംബം ഈ പറഞ്ഞ് അന്വേഷിച്ചു. ഇതിനിടയിൽ കുട്ടിയെ ഈ ഒഴിഞ്ഞ വളപ്പ് പ്രദേശത്ത് നിന്ന് തന്നെ കുട്ടിയെ കിട്ടി. കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ മോഷ്ടിച്ച നിലയിലായിരുന്നു. കുട്ടിയുടെ കണ്ണിനും കാലിനുമൊക്കെ പരിക്കേറ്റ നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്താണ് നമ്മളുള്ളത്. ഈ ഒഴിഞ്ഞ വളപ്പ് ഞാണിക്കടവ് ഭാഗങ്ങളിലാണ് നമ്മളുള്ളത്. ഈ ഡോഗ് സ്ക്വാഡും പോലീസും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ഡോഗ് സ്ക്വാഡ് പോലീസിനായ ഈ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് തന്നെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഞാണിക്കടവ് പ്രദേശത്തേക്ക് കടന്നിരിക്കുന്നു. അവിടെ ഈ ഒഴിഞ്ഞ പറമ്പ് വയൽ മേഖലയാണ്, കുറെ വീടുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ പോലീസിനായ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതി ഈ സമീപ പ്രദേശത്ത് തന്നെയുള്ള ആളാണ് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത്. കാരണം ഈ കൃത്യമായി പുലർച്ചെ 2:30 കുട്ടി മുത്തച്ഛനൊപ്പം ഉറങ്ങുന്ന കുട്ടിയാണ്. അപ്പോൾ പുലർച്ചെ 2:30 മുത്തച്ഛൻ ഈ പശുവിനെ കറക്കുന്നതിന് വേണ്ടി തൊഴുത്തിൽ പോകുന്ന കാര്യമൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കാം ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്നൊരു നിഗമനം പോലീസുമുണ്ട്. എന്തായാലും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഹോസ്ദുർഗ് പോലീസും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയും ഒക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസിനായ വയലിലൂടെ ഈ പ്രതിയുടെ മണം പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തു കൂടെയാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി ഉടൻ തന്നെ പിടിയിലായേക്കാം എന്നൊരു സൂചനയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഞാണിക്കടവ് പ്രദേശത്തെ വയലിലാണ് ഇപ്പോൾ പോലീസിനായുള്ളത്. നമുക്കിപ്പോൾ അരുൺ പാറക്കലാണ് ചേർന്നത്. എന്തായാലും പ്രതി എത്രയും വേഗം പോലീസിന് പിടിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ റിവ്യൂ ബോംബിംഗ് എന്ന സിയാദ് കോക്കറിൻ്റെ ചിത്രത്തിനെതിരായിട്ട് വിനാശം വിതറിയ റിവ്യൂവിൻ്റെ കാര്യത്തിൽ ബീന ആൻ്റണി ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. പോലീസിൽ സിയാദ് കോക്കർ പരാതി കൊടുക്കണം. സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചിക്ക് അദ്ദേഹം പരാതി കൊടുത്തു കഴിഞ്ഞു.